ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരസ്പർശമായ ഹീലിംഗ് ടച്ച്, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമെന്നത് നസ്രായനായ യേശുക്രിസ്തുവാണ്. നമ്മുടെ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരവും ക്രൂശിതനായ ദൈവമാണ്. ഏത് സാഹചര്യത്തിലും ഏതു വേദനയിലും കടന്നു പോകുന്ന വ്യക്തിത്വമാണെങ്കിലും നിന്റെ ജീവിതത്തെ തൊടുവാൻ ഇതുപോലൊരു ഹൃദയം വേറെ ഒരിടത്തുമില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ എല്ലാം കുടുംബത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളൊക്കെ ഏറ്റെടുത്ത ഒരു പ്രത്യേക പ്രശ്നവുമായിട്ടാണ് കടന്നു വരിക. കിടപ്പ് രോഗികളായ വ്യക്തിത്വങ്ങൾ, അത് അപകടത്തിലാകാം, രോഗത്തിലാകാം. ചില വീഴ്ചയിലൂടെ, ചില തകർച്ചകളിലൂടെ, ചില നിരാശയിലൂടെ ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ രോഗത്തിലും വീഴ്ചയിലും തളർവാദത്തിലും ബെഡിലും അടിമപ്പെട്ടു പോയി കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, കിടക്കയിലായിരിക്കുന്ന വ്യക്തിത്വത്തോടൊപ്പം കിടക്കയിലായിരിക്കുന്ന വ്യക്തിത്വത്തെ പരിചരിക്കുന്ന മറ്റുള്ളവരും ഇതെങ്ങനെയാണ് നേടിയെടുക്കുക? കൊച്ചുദർശിയ പുണ്യവതിയെ പോലെ ജീവിതത്തിൽ ഈ സഹനങ്ങളെ എങ്ങനെയാണ് ആത്മാക്കളുടെ രക്ഷയ്ക്കായി മാറ്റിമറിക്കുക? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, കിടക്കയിലായിരിക്കുന്ന നിങ്ങളും കിടക്കയിലായിരിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളെ പരിചരിക്കുന്ന വ്യക്തിത്വങ്ങളും ഇന്നൊന്നിയേർന്ന് ഈ TV സ്ക്രീനിന്റെ മുമ്പിലേക്ക് ഒന്ന് ഒരുമിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, സ്പർശനത്തിൻ്റെ സൗഖ്യം നമ്മളെ നേടിയെടുക്കാൻ പോകുകയാണ്. നമ്മൾക്കൊരു ദൈവമുണ്ട്. നമ്മളെ അറിയാതെ കടന്നു പോകുന്ന ഒരു ദൈവമല്ല. കുരിശിന്റെ തണലിലും നെഞ്ചിന്റെ മുറിവിലും നമ്മളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ക്രൂശിതനായ ദൈവം ഇന്ന് നമ്മളെ ചില പ്രത്യേക കാര്യങ്ങൾ പഠിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യാൻ പോകുകയാണ്. നമ്മൾക്കെല്ലാവർക്കും കുടുംബമായി കൈകോർത്ത് പിടിച്ച് ഈ വലിയ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം അടുത്തു കഴിഞ്ഞു. യേശുവിൻ്റെ മുറിവേറ്റ കരങ്ങൾക്കുള്ളിൽ ശാന്തമായി ഉറങ്ങാൻ വിളി ലഭിച്ചവർ, എന്തിന് എൻ്റെ ജീവിതത്തെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് നീ വിലപിക്കുന്നുവോ? ജീവിതത്തിലെ പ്രത്യാശ മങ്ങിത്തുടങ്ങിയോ? ആർക്കും വേണ്ടാത്ത ഒരു ജന്മമാണ് നിന്റേതെന്ന് നീ സ്വയം വിലയിരുത്തുന്നുവോ? ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് നീ വിലപിക്കുന്നുവോ? ഇതാ ദൈവപുത്രനായ യേശു നിന്റെ അരികിൽ നിൽക്കുന്നു. തളർവാദ രോഗിയോട് നിനക്ക് സൗഖ്യം വേണമോ എന്ന് ചോദിച്ച അതേ ദൈവം, അവൻ 2000 വർഷം മുൻപ് മരിച്ചുപോയ ഒരു ദൈവസങ്കല്പമല്ല, ഉയിർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. സർവശക്തനാണ്, പ്രത്യാശയുടെ തണലാണ്, സൗഖ്യത്തിൻ്റെ കരമാണ്. ഇനിയും നീ ആശ്രയിക്കാൻ വൈകരുത്. കുരിശിൽ മരിച്ച് ഉയിർത്തെഴുന്നേറ്റ കർത്താവ് ഇതാ നിന്റെ ജീവിതത്തെ സ്പർശിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ ഇടപെട്ട സംഭവങ്ങളിൽ ഒന്നാണ് തളർവാദത്തിലും കിടക്കയിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതവും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, എല്ലാ കിടക്കയും ചുമന്നുകൊണ്ട് എഴുന്നേക്കുവാനുള്ളതാകണമെന്ന് നിർബന്ധമല്ല. ചില സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെയും പോകാം.
എന്നതുകൊണ്ട് ദൈവം എന്നെ അറിയുന്നില്ല എന്നർത്ഥമാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ സഹനത്തിന്റെ അന്തരീക്ഷത്തെ ദൈവവുമായി ചേർത്ത് വെക്കുകയും അത് സഭയുടെ വളർച്ചയ്ക്കായി മാറ്റുകയും ചെയ്യുമെങ്കിൽ ഒരു അനുഗ്രഹത്തിന്റെ സന്ദേശമാണ് കിടക്കക്കരികിലേക്കുള്ള ദൈവത്തിന്റെ യാത്ര. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ബൈബിളിൽ വളരെ വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ച ഒരു സംഭവമുണ്ട്. ബേത്സദ കുളത്തിന്റെ അരികിൽ 38 വർഷം കിടക്കയുമായി കടന്നു പോകുന്ന വ്യക്തിത്വം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, യേശുക്രിസ്തു കടന്നു വരികയാണ്. യേശുവിന്റെ ചോദ്യം ഇതായിരുന്നു: സുഖമാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവന്റെ തിരിച്ചുള്ള മറുപടി: വെള്ളമിളകുന്ന സമയം ഈ കുളത്തിലിറക്കുവാൻ എനിക്കാരുമില്ല. ഒരു പുഞ്ചിരിയോടാണെന്ന് തോന്നുന്നു. യേശു അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നീ നടക്കുക എന്ന്. ഇവിടെ വളരെ നിർണായകമായ ഒരു വാക്യം യേശു പറയുന്നുണ്ട്. ക്രൂശിതൻ നമ്മളോട് പറയുന്ന വാക്യം ഇതാണ്: നിന്റെ കിടക്കയും എടുത്ത് നടക്കുവാൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇവിടെയും കിടക്കയുമായി കടന്നു വരുന്ന ഒരു വ്യക്തിത്വമുണ്ട്. യേശു കഫർനാമിൽ തിരികെ എത്തി. യേശു വീട്ടിലുണ്ട് എന്ന് കരുതി ആളുകൾ അവിടെ കടന്നു വന്നു. വാതിൽ പടിയിൽ പോലും നിൽക്കുവാൻ ജനത്തിന് സാധ്യതയില്ലാത്ത വിധം തിരക്കായി. ഈ സമയം 4 പേർ ഒരുമിച്ച് കിടക്കയും എടുത്ത് കിടക്കയിൽ ഒരു തളർവാത രോഗിയുമായി കടന്നു വരുവാൻ ശ്രമിക്കുകയാണ്. സാഹചര്യമില്ലാത്തതിന്റെ പേരിൽ മേൽക്കുര പൊളിച്ച് അവർ അവനെ താഴേക്കിറക്കി. കിടക്കയിൽ ഇറക്കപ്പെട്ട തളർവാത രോഗിയോട് അവൻ ഇങ്ങനെ അരുളി ചെയ്തു: നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ഫരിസേയർ സംശയത്തിലായി. അവനെ സംശയത്തോടെ വീക്ഷിച്ചു. എന്നാൽ യേശു തളർവാത രോഗിയോട് ഇങ്ങനെ വീണ്ടും അരുളി ചെയ്തു: നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വിശ്വാസത്തിൽ ദൈവത്തിന്റെ അധികാരത്തിന്റെ പൂർണ്ണത. ഒരു പുത്രന് ദൈവം കൊടുത്ത അധികാരം ഇവിടെ പ്രകടമാവുകയാണ്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം കടന്നു വരുമ്പോൾ ഒരു ശതാധിപൻ വന്ന് യേശുവിനോട് പറയുകയാണ്: എൻ്റെ ഭൃത്യൻ തളർവാത രോഗത്തിൽ വേദനയിൽ എൻ്റെ വീട്ടിലാണ്. ഈ സമയം യേശു ഈ ശതാധിപനോട് പറയുകയാണ്: ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. ഈ സമയം ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് ഈ ശതാധിപൻ തിരികെ ഇങ്ങനെ മറുപടി പറഞ്ഞു: ദൈവമേ, അവിടുന്ന് എൻ്റെ വീട്ടിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖമാക്കപ്പെടും. ദൈവം ആശ്ചര്യമായ ഒരു വിശ്വാസ പ്രകടനം കണ്ട് അവനോട് പറഞ്ഞു: തിരികെ പോകാം, നിന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. അതേസമയം ഭൃത്യൻ സൗഖ്യമാക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇവിടെ വലിയൊരു സത്യം നമ്മൾക്ക് കാണുവാൻ പറ്റും. വിശ്വാസത്തിന്റെ ആഴം, അനുഗ്രഹത്തിന്റെ സന്ദേശം, അതെല്ലാം ഇവിടെ പ്രകടമാകുന്നുണ്ട്. ആരെയാണ് നമ്മൾ നോക്കേണ്ടത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? എവിടെയാണ് നമ്മുടെ തളർവാദം വിട്ടുകൊടുക്കേണ്ടത്? ഇവിടെയെല്ലാം ബൈബിളിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട്: നിന്റെ കിടക്കയും ചുമന്നുകൊണ്ട് നടക്കുക. കാലങ്ങളുടെ നടുവിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, ചില കിടക്കകൾ നമ്മളെ ചുമന്നുകൊണ്ടേയിരിക്കുന്നു. ചില നൊമ്പരമാകാം, ചില വേദനയാകാം. ചില കിടക്കകൾ നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ആ കിടക്കയാണ് നമ്മളെ ചുമക്കുക. എന്ന് വച്ചാൽ ചില പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ആ പ്രശ്നങ്ങളുടെ ചുമലിലാണ്
ഞാനാകുന്ന വ്യക്തിയുടെ വിശ്വാസം കടന്നു പോവുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവം പറയുന്ന വാക്കിതാണ്, നിന്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ആ പ്രശ്നം ഒരിക്കലും നിന്നെ ചുമക്കുവാൻ നീ അവസരം കൊടുക്കരുത്. പിന്നെയോ നിന്റെ പ്രശ്നമാകുന്ന കിടക്കയെ നീ ചുമക്കുവാൻ ഒരാഹ്വാനം ബൈബിൾ ഇവിടെ തരുന്നുണ്ട്. അതുകൊണ്ട് തളർവാദത്തിലാകാം, രോഗത്തിലാകാം, ഏത് സാഹചര്യത്തിലും തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നു, അത് ചുമക്കുവാനുള്ള ഒരു കരുത്ത്, വിശ്വാസത്തിന്റെ ആഴം നമ്മൾ ഏറ്റെടുക്കുവാൻ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, പ്രശ്നങ്ങൾക്ക് നമ്മളൊരു പ്രശ്നമായി മാറണം. പ്രശ്നങ്ങൾ നമ്മളെ കണ്ട് ഭയന്ന് മാറണം. ദൈവം ആഗ്രഹിക്കുന്ന സന്ദേശം ഇത് തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം, ക്രിസ്തുവിന്റെ കുരിശുമരണം കഴിഞ്ഞു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ കാലമാണ്, സഭയുടെ ഉണർവിന്റെ, സഭയുടെ കാലഘട്ടത്തിന്റെ കാലം. 3-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ. പത്രോസും യോഹന്നാനും നടന്നെടുക്കുന്നു. സുന്ദര കവാടത്തിൽ മുടന്തനായ ഒരു വ്യക്തിയെ ആളുകൾ കൊണ്ട് കിടത്തിയിരിക്കുന്നു. ഈ സമയം ഈ മുടന്തൻ പത്രോസിനോട് തന്റെ യാചന സമർപ്പിക്കുകയാണ്. പത്രോസ് പറഞ്ഞു, നൽകുവാൻ എൻ്റെ സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷേ എൻ്റെ ഒരു നാമമുണ്ട്, നസ്രാനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ പത്രോസ് കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മുടെ ഒരു നാമമുണ്ട്. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഈ ലോകത്തിലെ മരുന്നിനേക്കാൾ, ലോകത്തിലുള്ള സകല സാഹചര്യങ്ങളെക്കാൾ വിലയുള്ള വലിയൊരു നാമമുണ്ട്, നസ്രാനായ യേശു ക്രിസ്തു. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു. നമ്മൾ കിടക്കയിലാകാം, നമ്മൾ രോഗത്തിലാകാം, എഴുന്നേൽക്കുവാൻ പറ്റാതെ ബെഡിലാകാം, വേണമെങ്കിൽ ഒരു മരണം കാത്തിരിക്കുന്ന ഒരു കിടപ്പ് രോഗിയുമാകാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇവിടെ നമ്മൾ വിട്ടുകൊടുക്കരുത്. അതോടൊപ്പം കിടക്ക രോഗിയുമായി ജീവിതം പങ്കിടുന്ന ഒരു വ്യക്തിത്വമാകാൻ ഞാൻ. ഇവിടെയും നിന്റെ വിശ്വാസം വിട്ടുകൊടുക്കരുത്. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി, ഞാൻ ദൈവത്തെ വിളിക്കുന്ന വ്യക്തിയല്ലേ, എന്നിട്ട് ഞാൻ തളർന്നു പോയോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലയോ അമ്മച്ചി, വിട്ടുകൊടുക്കാതെ വിശ്വാസം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നിന്റെ ആത്മീയ ജീവിതം. നിന്റെ ആത്മീയ പ്രശ്നങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് യേശുവാകുന്ന സത്യത്തെ നോക്കി ഓടുക എന്നുള്ളത്. അതുകൊണ്ട് ശരീരത്തിലും ഉപരിയായി ആത്മാവിൽ സൗഖ്യം പ്രാപിച്ച്, പാപങ്ങളിൽ നിന്ന് ഒരു വിമോചനം പ്രാപിച്ച്, അനുഗ്രഹത്തോടെ യേശുവിന്റെ സന്നിധിയിലേക്ക് നടന്നെടുക്കുവാൻ ഹീലിംഗ് ടച്ചിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഇതാണ് നമ്മളോട് പറയുക, എഴുന്നേൽക്ക്, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അങ്ങനെ പറയുവാൻ നമ്മുടെ മുമ്പിൽ ഒരുവനേ ഉള്ളൂ, അത് നസ്രാനായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, യേശു ക്രിസ്തുവിന്റെ 3 വർഷത്തെ പരസ്യ ജീവിത കാലഘട്ടങ്ങൾക്ക് ശേഷം പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസ്ലീഹായും ഒക്കെ യേശു ക്രിസ്തുവിന്റെ സൗഖ്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലുടനീളം കടന്നുപോയി. ഐനിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 8 വർഷമായി കിടപ്പ് രോഗിയായിരുന്ന വ്യക്തിയെ നോക്കി പത്രോസ് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഐനിയാസേ, നിന്റെ കിടക്കയും എടുത്ത് നടക്കുവാൻ. യേശു ക്രിസ്തുവിന്റെ വാക്ക് അതേപടി പത്രോസ്ലീഹ കടമെടുക്കുമ്പോൾ ഓർക്കുക, ഇതൊരു തുടർച്ചയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ എടുക്കേണ്ടത് പ്രശ്നത്തെയല്ല, നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ യേശു ക്രിസ്തുവിനെയാണ്. എൻ്റെ നെഞ്ചിലും നിന്റെ നെഞ്ചിലും ക്രിസ്തുവിനെ ഏറ്റെടുക്കുമെങ്കിൽ ഈ കട്ടിലിൽ നിന്ന്, ഈ കിടക്കയിൽ നിന്ന്, ഈ ജീവിതത്തിന്റെ വേദനയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുവാൻ തയ്യാറാണ്. ഇനി അല്ലെങ്കിൽ പോലും ഈ സഹനങ്ങളിൽ ആയിരക്കണക്കിന് പേർ പാപത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, ആത്മീയ നഷ്ടത്തിൽ നിന്ന് ഉയർക്കുവാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ കിടക്കയിൽ കിടക്കുന്ന അല്ലയോ മനോഹരനായ വ്യക്തി, അല്ലയോ സുന്ദരനായ വ്യക്തി, ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഈ തളർച്ച, നിന്റെ ഈ കിടക്ക ലോകത്തില്, സഭയില് ആത്മീയ ഉണർവിന് വേണ്ടി, അതോടൊപ്പം പാപത്തിന് വിമോചനത്തിന് വേണ്ടി, ലോകത്തിൽ ജനതകൾ ഉടലെടുക്കുന്നതിന് വേണ്ടി ഒന്ന് സമർപ്പിക്ക്. ഈ മകനെ പരിചരിക്കുന്ന, ഈ മകളെ പരിചരിക്കുന്ന വ്യക്തിയാകാം നീയും. നിന്റെ കരങ്ങളിൽ നിന്റെ കുഞ്ഞു തന്നെ കിടക്കുന്ന വ്യക്തിയാകാം. അല്ലയോ അമ്മച്ചി, ഒരു കാര്യം ഓർത്തുകൊള്ളുക, യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ
ഒരു പ്രശ്നവും പ്രശ്നമായി മാറുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ എല്ലാം അർത്ഥപൂർണമാണ്. ഈ ജീവിതം അർത്ഥപൂർണമാണ്. ഇതിലൂടെ ദൈവം വലിയ നന്മകൾ നമ്മുടെ കുടുംബത്തിൽ, തലമുറയിൽ കർത്താവിന്റെ രണ്ടാം വരവ് വരെ നൽകുവാൻ സഭയിലൂടെ ആഗ്രഹിക്കുന്നു. അനുഗ്രഹത്തോടെ ഇതിന്റെ സുവിശേഷവുമായി നമുക്ക് മുന്നോട്ടെടുക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ കിടക്കയിൽ എഴുന്നേൽക്കുവാനുള്ള പ്രാർത്ഥനയുടെ സമയമായി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ്. കഥയോ ഒരു ചരിത്ര പുരുഷനോ മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൈപിടിക്കുവാൻ ഇന്നും കഴിയുന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണല്ലോ മരണത്തിന് ശേഷവും പത്രോസ്ലീഹ ആ നാമത്തിൽ മുടന്തനോട് പറയുക, എഴുന്നേറ്റ് നടക്കുവാൻ. നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട സമയമായി. ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സെയിന്റ് ഓസ്മണ്ട് ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്താൽ കിടപ്പ് രോഗികളുടെ മധ്യസ്ഥനായി മാറി. ഈ വലിയ വ്യക്തിയുടെ മധ്യസ്ഥം സൈമൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ തളർവാദത്തിൽ നിന്ന് സൗഖ്യമേകുവാൻ കാരണമായി. അന്നു തൊട്ട് സഭയിൽ കിടപ്പ് രോഗികളുടെ മധ്യസ്ഥനായി വിശുദ്ധ ഓസ്മണ്ടിനെ ദൈവം മാറ്റിമറിച്ചു. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കയിലായിരിക്കുന്ന, രോഗത്തിലായിരിക്കുന്ന, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റാതെ ഒറ്റയ്ക്കായിരിക്കുന്ന വ്യക്തിയെ ഒന്ന് കൈ ചേർത്ത് പിടിക്കാം. നിങ്ങളുടെ ഒരു കരം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രൂശിതനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ തൊടാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഏറ്റെടുക്കാം. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും എന്നെ ഉയർത്തുവാൻ കഴിയുന്നവനാണ്. അവൻ ജീവനേകുന്നവനാണ് എന്ന ബോധത്തോടെ പരിശുദ്ധ കുർബാനയെ സാക്ഷ്യമാക്കി നമ്മുടെ കുടുംബം ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്താൻ പോകുകയാണ്. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു സാന്ത്വനമേകണമേ. ചൊല്ലുമെങ്കിൽ സുഖമായി കടന്നു വരണമേ. ുള്ളം സൗഖ്യമൊഴുകട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകുമെൻ്റെയുള്ളം വിശ്വസിപ്പൂ.
കാലഘട്ടങ്ങളെ രണ്ടായി പിളർന്നവൻ, കടലിനെ ശാന്തമാക്കിയവൻ, മരിച്ചവരെ ഉയിർപ്പിച്ചവൻ, ഇന്നും ജീവിക്കുന്നവൻ യേശു. യേശുവിൻ്റെ സ്പർശനത്താൽ നാം സൗഖ്യം പ്രാപിക്കുന്നു. നിന്റെ ജീവിതത്തിലെ നീറുന്ന പ്രശ്നം ഏതുമാകട്ടെ, ഉത്തരം ഒന്നു മാത്രം: യേശുവിൻ്റെ തിരുമുഖം. ഇനിയും നിരാശപ്പെട്ട് ജീവിക്കരുത്, കണ്ണീരൊഴുക്കി വിലപിക്കരുത്. ഈ ദൈവപുത്രൻ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്രയമാണ്, അഭയമാണ്, സങ്കേതമാണ്. അവൻ്റെ മുറിവിനാൽ നീ സൗഖ്യം പ്രാപിക്കുന്നു. എത്ര നല്ല ദിവസമാണെന്ന്. ശരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നില്ലേ? ദൈവം നമ്മളെ തൊട്ടില്ലേ? നമ്മുടെ കുടുംബത്തിൽ എത്ര മനോഹരമായ ഒരു ദിവസമാക്കി ദൈവം ഇന്നത് മാറ്റി. അതുപോലെ ഒരു വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ തിരയടിക്കുന്നത് കാണാനാവുന്നില്ലേ? അത് മറ്റാരിലുമല്ല, മറ്റൊന്നിലുമല്ല. യേശു എന്ന നാമം നമ്മളെ തൊട്ടതുകൊണ്ടാണ്. ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഓടുവാനുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ ജീവന്റെ സന്ദേശം ദൈവം നമ്മൾക്ക് നൽകുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായമാണ്. അതിൻ്റെ 6-ാം വാക്യം, പത്രോസിന്റെ മുന്നിൽ കൈനീട്ടുന്ന യാചകനെ നോക്കി പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇതിനപ്പുറം ഒരു വാക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? വെറും മീൻപിടുത്തക്കാരൻ, വലിയ ബുദ്ധിയോ വലിയ സാഹചര്യമോ ഇല്ലാത്ത പത്രോസ് ലോക ചരിത്രത്തിൽ ആദ്യമായി യേശു എന്ന നാമം ഉപയോഗിച്ച വ്യക്തിയായി മാറി. പത്രോസ് പറഞ്ഞു, എനിക്ക് തരാൻ ഒന്നുമില്ല, സ്വർണമോ വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. എന്നിട്ട് അവൻ പറയുകയാണ്, എഴുന്നേറ്റ് നടക്ക്. ആരുടെ നാമത്തിൽ? നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ. ഈ ഒരു വാക്യം മാത്രം മതി ഒരാഴ്ചക്കാലം എത്രയും നമ്മൾക്ക് ജീവിക്കുവാൻ. മറ്റൊന്നും ദൈവത്തിന് നമ്മുടെ മേൽ തരാനില്ല. നിങ്ങൾ കിടക്കയിലാണെങ്കിലും എഴുന്നേറ്റെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഈ വചനം, എഴുന്നേറ്റ് നടക്കുവാനുള്ള വചനം, നസ്രാന യേശുവിൻ്റെ നാമം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം ഓർത്തുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, സംസാരിച്ചുകൊണ്ടേയിരിക്കുക. സ്വർണമോ വെള്ളിയോ എൻ്റെ കൈകളിലില്ല, എനിക്കുള്ളതെല്ലാം നിനക്ക് ഞാൻ തരുന്നു. നസ്രാന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ജീവിക്കുന്ന ദൈവം നിങ്ങളെ വീണ്ടും വീണ്ടും സൗഖ്യപ്പെടുത്തട്ടെ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ